ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴയ പൊട്ടിയ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് കൊണ്ട് ഒരു തടിക്കുറ്റിയുടെ മോഡലിലുള്ള ഒരു അടിപൊളി ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്പെടും, വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഞാൻ പഴയ പൊട്ടിയ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൊട്ടിയ ഭാഗങ്ങൾ ടാപ്പ് ഉപയോഗിച്ച് അതിനെ ഒട്ടി ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കതിനെ കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സിമൻറ്റ് വെള്ളവും കൂടെ മിക്സ് ചെയ്തതും അത് കഴിഞ്ഞ് പഴയ കോട്ടൺ തുണിയും. അപ്പോൾ സിമൻറ്റും വെള്ളവും കൂടെ ഒരുവിധം കട്ടിക്ക് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് കോട്ടൺ തുണി നല്ലവണ്ണം മുക്കിയിട്ട് നമുക്ക് ആ ബക്കറ്റിൻ്റെ പുറത്തെ സൈഡിൽ നല്ലവണ്ണം ചുറ്റി കൊടുക്കാം. തുണി നല്ല കട്ടിക്ക് തന്നെ എത്ര ലെയർ വേണോ നമുക്ക് ചുറ്റി കെട്ടാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ തുണിയുടെ പുറത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സിമൻറ്റ് പൊടി കൈ കൊണ്ടോ അല്ലെങ്കിൽ കരണ്ടി കൊണ്ടോ വാരി നല്ലവണ്ണം ഒട്ടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സിമൻറ്റും മണലും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ സിമൻറ്റ് ഒന്ന് മണൽ ഒന്ന് എന്നുള്ള രീതിയിൽ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇതിലൊരു മീഡിയം വെള്ളം ചേർത്ത് നല്ലവണ്ണം ഇളക്കിയിട്ട് നമുക്ക് അടി സൈഡിലൊരു പലകയോ അല്ലെങ്കിൽ കാർബണിൻ്റെ പീസോ എന്തെങ്കിലും ഇട്ടിട്ട് ഏകദേശം ഒരു 1/2 ഇഞ്ച് കനം കിട്ടത്തക്ക രീതിയിൽ കുറച്ച് കോരി റൗണ്ട് ഷേപ്പിൽ തന്നെ ഒഴിച്ച് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് മണലും സിമൻറ്റും കൂടെ മിക്സ് ചെയ്ത വെള്ളം ചേർക്കാത്ത പൊടി അതിൻ്റെ പുറത്ത് ഒരു ലെയർ കുറച്ചങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മോൾഡ് എടുത്ത് കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സിമൻറ്റും മണലും വെള്ളവും കൂടെ മിക്സ് ചെയ്തത് ചെറിയ കപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് കോരി അതിൻ്റെ ചുറ്റാതെ ഒഴിച്ചിട്ട് ചെറിയ കരണ്ടി കൊണ്ട് നല്ലവണ്ണം റൗണ്ട് ഷേപ്പിൽ തന്നെ തേച്ച് പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ തേച്ച് പിടിപ്പിക്കുമ്പോൾ ഏകദേശം നമുക്ക് വേണ്ട ഒരു കനത്തിന് ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ കനം കിട്ടത്തക്ക രീതിയിൽ നല്ലവണ്ണം എല്ലാ സൈഡിലും ചുറ്റാതെ കോരി ഒഴിച്ച് മൂട് ഭാഗം എന്തായാലും ശകലം വീതി കൂടുതലുണ്ട്. അപ്പോൾ ഒരുപാട് മൂട് ഭാഗത്ത് വീതി കൂട്ടേണ്ട ആവശ്യമില്ല. ബക്കറ്റിൻ്റെ മുകൾ ഭാഗമാണ് നമ്മൾ കമഴ്ത്തി അടിയിലോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ അടിയിൽ താഴോട്ടുള്ള വണ്ണം നമുക്ക് എന്തായാലും അതിൽ തന്നെ കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് സിമൻറ്റ് അടി സൈഡിൽ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏകദേശം ഒരു 1/2 ഇഞ്ച് കനത്തിന് ചുറ്റാതെ റൗണ്ട് ഷേപ്പിൽ ഞാൻ തേച്ച് പിടിപ്പിച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സൈഡും റൗണ്ട് ഷേപ്പിൽ തന്നെ തേച്ച് പിടിപ്പിച്ചെടുത്തിട്ട് നമുക്ക് ചെറിയ കത്തിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ട് നല്ലവണ്ണം വരകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ വരകൾ ഇടാൻ പെട്ടെന്ന് തന്നെ നമുക്ക് ഇടാൻ പറ്റും. പ്രത്യേക ഷേപ്പൊന്നും വേണ്ട. അപ്പോൾ കത്തി ഉപയോഗിച്ചായിരുന്നാലും ചെറിയ കരണ്ടി ഉപയോഗിച്ചായിരുന്നാലും മുകളിലോട്ട് നല്ലവണ്ണം കുഴിച്ച് തന്നെ വരച്ചു കൊടുക്കാം. ഇപ്പോൾ മരത്തിൻ്റെ പുറത്തുള്ള വരകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വേരുകൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി സിമൻറ്റ് മണലും കൂടെ നല്ല കട്ടിക്ക് തന്നെ മിക്സ് ചെയ്ത് ഇത് ശകലം ലൂസായി പോയി. അപ്പോൾ നിങ്ങൾ കട്ടിക്ക് തന്നെ അതിൻ്റെ അടി സൈഡിൽ നമുക്ക് എവിടെയൊക്കെ വേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അവിടെയെല്ലാം കട്ടിക്ക് കോരി വയ്ക്കുക. എന്നിട്ട് വേരിൻ്റെ ആകൃതിയിൽ ചെറിയ ഷേപ്പിൽ നമുക്ക് ചെറിയ കരണ്ടി കൊണ്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് അതൊന്ന് ഉണങ്ങിയിട്ട് വേണം നമുക്കതിൽ ബാക്കി ചെയ്യാം. ഇത് കുറച്ച് ലൂസായി പോയതുകൊണ്ട് ഉണങ്ങാൻ വേണ്ടി സമയമെടുക്കും. അപ്പം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യപ്പോൾ ഉണങ്ങി കിട്ടും. അത് കഴിഞ്ഞ് നമുക്കിനി അടുത്ത് മരത്തിൻ്റെ
ചെറിയ മുട്ട് ഭാഗങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി എവിടെയെല്ലാം വേണോ അവിടെയൊക്കെ ചെറുതായിട്ട് റൗണ്ട് ഷേപ്പിൽ കോരി ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ മുട്ടുഭാഗത്തിൻ്റെ റൗണ്ട് ഷേപ്പിൽ സൈഡിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് ചെറുതായിട്ട് ചെറിയ കുഴിയും കൂടെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലും കൂടെ ചെറിയ മുട്ടുഭാഗം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെയെല്ലാം കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത് ചെയ്യാനുള്ളത് ഏറ്റവും മുകൾ ഭാഗത്ത് കറക്റ്റ് സെൻറ്റർ നോക്കി റൗണ്ട് ഷേപ്പിൽ തന്നെ ചെറിയ വരയും കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ വരകളിൽ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വേരിൻ്റെ ഭാഗത്ത് നമ്മൾ കട്ടിക്ക് വെച്ച അതെല്ലാം ഉണങ്ങി നല്ലോണം വരകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേരിനെ കട്ട് ചെയ്തെടുത്ത ഒരു രീതിയിൽ അതിനെ കട്ട് ചെയ്തെടുക്കാം ബാക്കി വരുന്ന സിമൻ്റൊക്കെ. അപ്പോൾ അടിയിൽ വേരിൻ്റെ ഭാഗത്തൊക്കെ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ ചെറിയ രണ്ട് പീസുകളും കറക്റ്റ് നമുക്ക് എവിടെയൊക്കെ വേണോ അവിടെയൊക്കെ കൊടുത്തിട്ട് ബാക്കി വരുന്ന സിമൻ്റ് എല്ലാം കൂടെ അകത്തെ സൈഡിൽ നല്ല ലൂസിന് തന്നെ നമുക്ക് കലക്കി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കലക്കി ഒഴിച്ചിട്ട് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 ദിവസമെങ്കിലും നല്ലവണ്ണം നനച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം 2-3 ദിവസം കഴിഞ്ഞാണ്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വേണമെങ്കിൽ ചെറിയ കത്തി ഉപയോഗിച്ച് എന്തെങ്കിലും കൊണ്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഹോൾ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് തുണി എല്ലാം ഉപയോഗിച്ച് നല്ലവണ്ണം നമുക്കതിൻ്റെ പുറം ഉരച്ച് തന്നെ നല്ലവണ്ണം തുടച്ചു കൊടുക്കുക. തുടച്ച് കൊടുത്തിട്ട് അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് കളർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കളർ കൊടുക്കുക എടുത്തേക്കുന്നത് ആക്രിലിക്കിൻ്റെ പെയിൻറ്റ് തന്നെയാണ്. അപ്പോൾ ആദ്യം ബേസിക് കോട്ടായിട്ട് ഞാൻ ആക്രിലിക്കിൻ്റെ ഒരു ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലൂ വേണ്ടെങ്കിൽ ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് കളറായിരുന്നാലും കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു കോട്ട് ബ്ലൂ മൊത്തത്തിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വേണ്ട കളറെന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ റെഡും യെല്ലോയും ബേൺസീനയാണ്. അപ്പോൾ ബേൺസീന ഒരു കുറച്ച് മതിയാകും. അപ്പോൾ ആ 3 കളറും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് വലിയ ബ്രഷോ അല്ലെങ്കിൽ ചെറിയ ബ്രഷായിരുന്നാലും മതിയാകും. അതുകൊണ്ട് നല്ല എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ ടച്ച് ചെയ്യേണ്ട, നമുക്ക് ഓട്ടിച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഇനി ആക്രിലിക്കിൻ്റെ യെല്ലോ ഉപയോഗിച്ച് അതേ കണക്ക് തന്നെ ഓട്ടിച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആക്രിലിക്കിൻ്റെ യെല്ലോയും കൂടെ ടച്ച് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ ബേൺസീനയും വൈറ്റ് ആക്രിലിക്കും കൂടെ തുല്യ അളവിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അടി സൈഡിലും കൂടെ അതേ കളർ തന്നെ നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് ആ മുട്ടുഭാഗത്തും കൂടെ അതേ കളർ തന്നെ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വേണമെങ്കിൽ ആക്രിലിക്കിൻ്റെ ബ്ലാക്കും കൂടെ ആ റൗണ്ടിനകത്ത് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ കളറെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലിയർ വാർണിഷാണ്. അപ്പോൾ പെയിൻ്റെല്ലാം നല്ലോണം ഉണങ്ങിയതിന് ശേഷം ക്ലിയർ വാർണിഷും കൂടെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ സ്പ്രേ ഉപയോഗിച്ച് അടിച്ചു കൊടുക്കുകയോ ചെയ്യുക. അപ്പോൾ കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.